വണ്ടിപ്പെരിയാർ കേസിൽ പോലീസ് പ്രതി ചേർത്ത അർജുനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകും. വിധി ഗൌരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേസ് അട്ടിമറിച്ചത് സിപിഐഎം ജില്ലാ നേതൃത്വമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. വണ്ടിപ്പെരിയാറിൽ ഇന്ന് വൈകിട്ട് യു.ഡി.എഫ് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ വിചാരണ കോടതി വിധിയിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായ സാഹചര്യത്തിലാണ് സർക്കാർ നീക്കം. പ്രതി കുറ്റം സമ്മതിച്ചിട്ടും തെളിവുകളുണ്ടായിട്ടും ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്നാണ് സർക്കാർ വിലയിരുത്തൽ. കോടതി വിധി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന ഒന്നല്ല ആ സാഹചര്യം. അതെന്താണെന്നുള്ളത് ഗൗരവമായി പരിശോധിക്കും. ആവശ്യമായ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള തുടർ നടപടികളും ഉണ്ടാകും. ഇപ്പോൾ തന്നെ അപ്പീൽ പോകുന്നതിനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് നിയമമന്ത്രി പി രാജീവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇത്തരം കേസുകളിൽ പരമാവധി ശിക്ഷ ഉറപ്പുവരുത്താൻ കഴിയുന്ന രൂപത്തിലാണ് നമ്മൾ കുറ്റമറ്റ അന്വേഷണവും അതോടൊപ്പം തന്നെ വിചാരണയിലുള്ള പ്രോസിക്യൂഷൻ ഇടപെടലും സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ വിധി വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നിർബന്ധമായും തന്നെ അപ്പീൽ പോകേണ്ട വിധി തന്നെയാണ്. പോലീസ് മനഃപൂർവ്വം പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെന്നും കേസ് അട്ടിമറിച്ചതിന് പിന്നിൽ സിപിഐഎം ജില്ലാ നേതൃത്വമാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. അറിയപ്പെടുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയ ശ്രമമാണ്. കേരളത്തെ ഞെട്ടിക്കുന്ന സംഭവമാണ്. പോലീസ് മനഃപൂർവ്വമായിട്ടാണ് പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത്. അതിന്റെ പിന്നിലുള്ള ബാഹ്യമായ ഇടപെടലുകൾ, രാഷ്ട്രീയമായ ഇടപെടലുകൾ അടിയന്തരമായി ഇത് അന്വേഷിക്കണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, ന്യൂസ് ഡെസ്ക്.